ബെവ്കോ CMD സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വകുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് എക്സൈസ് മന്ത്രിയുടെ ആവശ്യം. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സെയ്ഫ്, നേരത്തെ തന്നെ ലിജു ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്ന സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അജിത് കുമാർ ബെവ്കോ സ്ഥാനത്ത് നിന്ന് ഉടൻ മാറാൻ പോകുന്നു എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആവശ്യം പരിഗണിക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ് സെയ്ഫ്. ഇത് രേഖാമൂലമാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പോലീസ് തലപ്പത്ത് ചില അഴിച്ചുപണികളെ കുറിച്ച് ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ള സ്ഥാനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയും കൂടിയാലോചിച്ചായിരിക്കും അതിനകത്ത് തീരുമാനമെടുക്കുന്നത്. അതിനൊപ്പം തന്നെ IPSന്റെ മറ്റൊരു ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന പ്രധാനപ്പെട്ട പദവികളിൽ മാറ്റം വരുത്തുമ്പോൾ MR അജിത് കുമാറിനെ കൂടി മാറ്റണം എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ മാറിയതിനു ശേഷം, പോലീസിൽ നിന്ന് മാറിയതിനു ശേഷം ഇടത് സർക്കാരിൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ MR അജിത് കുമാർ ഉണ്ടായിരുന്നു. ഈ വകുപ്പിൻ്റെ ഒരു സുതാര്യതയ്ക്ക് ഈ വിമർശനങ്ങൾ കേൾക്കാത്ത നല്ല ഉദ്യോഗസ്ഥർ വേണം എന്നുള്ള നിലപാടാണ് M. ലിജുവിന് ഉള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയോട് അജിത് കുമാറിനെ മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനനുകൂലമായി പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. അത് അടുത്ത ആഴ്ചയോടുകൂടി അതിനകത്തൊരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യെസ്, എന്തായാലും അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ലിജുവിന്റെ ഭാഗത്തുനിന്ന് മാത്രം ഉയരുന്നതാണോ, അതോ ഈ UDF സർക്കാരിന്റെ മൊത്തത്തിലുള്ള ആവശ്യം ലിജുവിനെ കൊണ്ട് നടപ്പാക്കിക്കുകയാണോ എന്ന ചോദ്യമുണ്ട്. എന്തായാലും നേരത്തെ തന്നെ MR അജിത് കുമാറിനെ വട്ടമിട്ട് വെച്ചതാണ് VD സതീശനും UDFും ഒക്കെ. ഭരണത്തിലേറിയതിനു ശേഷം ഈ ഗൺമാന്മാരുടെ മർദ്ദന കേസിലടക്കം ആ കേസടക്കം അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചു എന്ന സൂചനകൾ നേരത്തെ തന്നെ UDFന് കിട്ടിയതുമാണ്. ആ നിലക്ക് MR അജിത് കുമാറിനെതിരെ കാര്യമായ നടപടികളിലേക്ക് UDF സർക്കാർ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണണം എന്നുള്ളതാണ്.